ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഡയറ്റൊക്കെ എടുത്ത് തടിയൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണിപ്പം കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചോറ് ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്ത് ചോറ്, ചപ്പാത്തി ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൽ കുറേ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ണമൊക്കെ കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഉച്ചയാകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, എന്ത് കഴിക്കൂ എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡാണ് ഞാനിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 ബീൻസ് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, നമ്മൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണം അതിനനുസരിച്ചുള്ള അത് നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു സവാള ചെറുതായിട്ട്, സവാളയുടെ പകുതിയാണ്, വലിയ സവാള ആയതുകൊണ്ട് ഞാൻ പകുതി സവാള എടുത്തിട്ടുള്ളൂ. കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. മല്ലിയില എടുത്തു. 5 വെളുത്തുള്ളിയുടെ അല്ലി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. 2 മുട്ട, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ. ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് ഇതിൽ ഓയിലൊന്നുമില്ല. ഓയിലില്ലാതെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് നമുക്ക് പാനിൽ തന്നെ ജസ്റ്റ് ഒന്ന് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഒന്ന് ആദ്യം കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിന് ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് 1 സ്പൂൺ എണ്ണയിലാകുമ്പോൾ പെട്ടെന്ന്, പിന്നെ നമ്മൾ വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് വേണം. എൻ്റെ കയ്യിൽ സോയാ സോസ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നൂഡിൽ സീസണിങ് സോസാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് എടുത്തിരിക്കുകയാണ്. സോയാ സോസ് ഉള്ളവർക്ക് സോയാ സോസ് എടുക്കാം. പിന്നെ കുറച്ച് 1/2 ടീസ്പൂണ് കുരുമുളക്, നമ്മൾ എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളകും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിലോ, നിങ്ങൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലോ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒരു 2 സ്പൂൺ ഒഴിക്കുക. ഞാനിവിടെ അളന്നല്ല ഒഴിക്കുന്നത്, കാരണം ദിവസവും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു അളവ് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അളന്ന് ഒഴിക്കാത്തത്. നിങ്ങൾ ദിവസവും കുക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കത് അളന്നൊഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കതിൻ്റെ ഒരു കണക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ ഒലീവ് ഓയിലിൽ ഞാൻ ആദ്യം എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിൽ ഞാൻ എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഈ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം നമ്മൾ എന്തായാലും നല്ല ഫ്രൈ ചെയ്താണ് എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് വെളുത്തുള്ളി നമുക്ക് ആദ്യമേ നമ്മൾ നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സവാളയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ ഇത് രണ്ടും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ്, അവിടെ പച്ചമുളക് ഇട്ടു, ബീൻസ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, ക്യാബേജ് ഇട്ടു. ക്യാപ്സിക്കം നമുക്കിപ്പോൾ ചേർക്കേണ്ട, ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റ് ഇതിൽ ചേർക്കത്തുള്ളൂ, മല്ലിയിലയും ക്യാപ്സിക്കം ഒക്കെ. നമ്മൾ എടുത്തു വച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നമ്മളൊന്ന് നല്ലതായിട്ട്, വെജിറ്റബിൾസ് നന്നായിട്ട് വേകണ്ട, ഒരു പകുതി വേവാകുന്നത് വരെ നമ്മളിതിനെ ഒന്ന് ഇളക്കിയിട്ട് മൂടി അടച്ച് വയ്ക്കുക.
സിമ്മിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിൽ നമ്മൾ ഓയിലിലാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് ഇട്ടിരിക്കുന്നത്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെജിറ്റബിൾസിൽ എല്ലാ വെജിറ്റബിൾസിലും കുറേശ്ശെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു 5-6 മിനിറ്റ് നമ്മളിതിനെ മൂടി വെച്ചൊന്ന് വേവിക്കുക. സിമ്മിലിട്ട് വേവിക്കുക, ചെറിയ തീയിലിട്ട് വേവിക്കുക. ഇടയ്ക്ക് നമ്മളിതൊന്ന് മൂടി മാറ്റിയിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലുള്ള വെജിറ്റബിൾസ് മാത്രം കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കറിയാം മുൻപത്തെ പോലെയല്ല. ഇപ്പം മുമ്പ് എല്ലാവരും കിട്ടുന്ന ഭക്ഷണം എല്ലാം കഴിക്കുമായിരുന്നു. ഇപ്പം എല്ലാവരും കലോറിയൊക്കെ നോക്കിയാണ്, എത്ര കലോറി എന്നൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും നല്ല വെയിറ്റൊക്കെ കുറച്ച് നന്നായിട്ട് നല്ല സ്ലിമ്മായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരും ഭക്ഷണമൊന്നും അങ്ങനെ വലിച്ചുവാരി കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. എന്നും നമ്മൾ ചോറും മരിച്ചിനി അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഫുഡും കൂടെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം. ഏകദേശം വെജിറ്റബിൾസ് എല്ലാം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് ആ അളവിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഉപ്പ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം സിമ്മിലിട്ടാണ് ചെയ്യുന്നത്, തീ കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിനെ സൈഡിലോട്ടൊന്ന് മാറ്റുക. ഈ വെജിറ്റബിൾസിനെല്ലാം ഒന്ന് സൈഡിലോട്ട് മാറ്റുക. നടുക്ക് മാത്രം കുറച്ച് സ്പേസ് ആക്കി നമ്മൾ സൈഡിലോട്ട് വെജിറ്റബിൾസ് മാറ്റുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന 2 മുട്ട ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ വെജിറ്റബിൾസിന് വേണ്ടിയുള്ള ഉപ്പാണ് നേരത്തെ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. 2 മുട്ട എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ മുട്ട ഓംലേറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി എത്ര ഇതിടുന്നു അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കുക. ഒരു മിനിറ്റായി. ഇനി നമുക്ക് മൂടി മാറ്റിയിട്ട് ഈ മുട്ടയൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓയിൽ നമ്മുടെ ഈ വെജിറ്റബിൾസിലായതുകൊണ്ട് മുട്ട നമുക്ക് ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇവിടെ ഈ പാത്രത്തിൽ നോൺ സ്റ്റിക്ക് അല്ല, അതുകൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഒരു 1/2 സ്പൂൺ എണ്ണ. ഇത് തന്നെ നന്നായിട്ട് നമ്മൾ മുട്ട നമ്മൾ ചിക്കി പൊരിക്കുന്നത് പോലെ ഇത് നമ്മൾ ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മുട്ട ഇതുപോലെ ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്താലും മതി. ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് മുട്ട ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക.
ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം വെജിറ്റബിൾസും മുട്ടയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രൈഡ് റൈസ് പോലെ തോന്നുന്നുണ്ട് അല്ലേ. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ നമ്മളിതിലേക്ക് ചേർക്കുക. ഞാനിത് ചിക്കൻ മസാല പുരട്ടിയിട്ടാണ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓൾറെഡി എരിവുണ്ട്. ആ ചിക്കനും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമുക്കറിയാം എഗ്ഗും ചിക്കനും ഒക്കെ പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുന്നവർ എഗ്ഗും ചിക്കനും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമുക്കറിയാം. നമ്മൾ സാധാരണ ചോറ് കഴിക്കുമ്പോഴാണ് ചോറിൻ്റെ കൂടെ നമ്മൾ എല്ലാ കറിയും കൂട്ടി കഴിക്കുമ്പോൾ ആ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അല്ലാതെ വെജിറ്റബിൾസ് നമുക്ക് ചുമ്മാ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചിക്കനും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാം നമുക്ക് കിട്ടും. വൈറ്റമിൻസും പ്രോട്ടീനും എല്ലാം തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്യുക. ഒരു പിടി മല്ലിയില മതി. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾ സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിക്കുക. എൻ്റെ സോയാ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നൂഡിൽസ് സീസണിങ് സോസാണ് ഒഴിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ നൂഡിൽസ് സീസണിങ് സോസും കൂടെ ഒഴിക്കുക. സോസ് ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സോസിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സോസ് ഒഴിച്ചത്. അധികം സോസ് ആഡ് ചെയ്യരുത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഞാനിവിടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ്. റൈസ് ഇല്ലെന്നേ ഉള്ളൂ. നമുക്കിത് ചിക്കനും എഗ്ഗും വെജിറ്റബിൾസും ആഡ് ചെയ്തുള്ള നമ്മൾ ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ റൈസ് ഇല്ല. പക്ഷെ ഫ്രൈഡ് റൈസിനെക്കാട്ടിയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് നമുക്ക് ഇടയ്ക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനൊക്കെ നമുക്ക് ആഗ്രഹം തോന്നും. എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. ഞാനിത് കുറേ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നല്ലതായതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചത്. ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അത് പ്രയോജനമാവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.